നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തമിഴ്നാട്ടിൽ അധികാരമേറ്റിട്ട് 10 ദിവസങ്ങൾ പിന്നിടുകയാണ്. 10ഓളം ദിവസങ്ങളായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഈ ടിവിക്ക് സർക്കാർ നിലംപൊത്താം എന്ന രീതിയിലാണ് കാര്യങ്ങളായിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണമാണ് ചില വിദഗ്ധർ നൽകുന്നത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറയുന്നത് ടിവിക്ക് സർക്കാർ എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താം, അതുകൊണ്ട് തൻ്റെ പ്രവർത്തകരോട്, തൻ്റെ അണികളോട് ഒരു തിരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കൂ എന്ന ഒരു ആഹ്വാനം നൽകിയിരിക്കുകയാണ് സ്റ്റാലിൻ. വലിയ പ്രതിസന്ധികൾ മുഖ്യമന്ത്രി സർക്കാർ നേരിടുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെ നേതൃത്വമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, മറ്റ് തരത്തിലുള്ള പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. AIADMKയിൽ നിന്നും പിന്തുണയുമായി എത്തിയ MLA-മാരെ സർക്കാരിൻ്റെ ഭാഗമാക്കുന്നതിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി TVK സർക്കാരിന് മുന്നിൽ ഉയർന്നിരിക്കുകയാണ്. AIADMK സഖ്യത്തിൽ പ്രവേശിച്ചാൽ സർക്കാരിനുള്ള പിന്തുണ പുനഃപരിശോധിക്കുമെന്ന് സഖ്യകക്ഷികളിലൊന്നായ CPM പറഞ്ഞിരുന്നു. ഇതോടെ വിഷയം വീണ്ടും വലിയ ചർച്ചയായി. AIADMK വിഭാഗത്തെ TVK സർക്കാരിന്റെ ഭാഗമാക്കുന്നത് ജനങ്ങളുടെ വിധിന്യായത്തിനെതിരാണെന്ന് CPM വ്യക്തമാക്കി. സഖ്യത്തിലെ AIADMKയുടെ സാന്നിധ്യം TVKയുടെ ശുദ്ധമായ ഭരണം എന്ന വാഗ്ദാനത്തിന് എതിരായിരിക്കുമെന്നും CPM അറിയിച്ചു. ഇതോടെ TVKയും മുഖ്യമന്ത്രി വിജയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. തമിഴ്നാട് മറ്റൊരു തിരഞ്ഞെടുപ്പിന് തയ്യാറാകാത്തതിനാലും ഗവർണറിലൂടെ ഭരണം BJPയുടെ കൈകളിൽ എത്താൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ TVK പിന്തുണച്ചതെന്നും CPM വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തെ തകർത്തെറിഞ്ഞ ചരിത്ര വിജയം നേടിയ വിജയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല. പക്ഷേ 234-ൽ 108 സീറ്റ് തൂത്തുവാരിയ TVKയ്ക്ക് 10 സീറ്റിന്റെ കുറവായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറി, ചർച്ചകൾ അരങ്ങേറി. സന്ധി ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ്, VCK, CPM, CPI, മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികളുടെ പിന്തുണയോടെ ഭൂരിപക്ഷം തികയ്ക്കുകയായിരുന്നു TVK സർക്കാർ. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പിൽ 24 AIADMK വിമത MLA-മാരുടെ പിന്തുണ കൂടി വിജയ്ക്ക് കിട്ടി. ഈ MLA-മാരെ സർക്കാരിന്റെ ഭാഗമാക്കുന്നതിനെതിരെ CPM രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് വിജയ്ക്ക് നൽകിയിരുന്നു. AIADMKയിൽ നിന്ന് കൂറുമാറി വിശ്വാസ വോട്ടെടുപ്പിൽ TVK പിന്തുണച്ച MLA-മാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തരുതെന്ന് കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം ആവശ്യപ്പെട്ടിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് തീരുമാനം വലിയ കളങ്കമുണ്ടാക്കുമെന്നായിരുന്നു കാർത്തി ചൂണ്ടിക്കാട്ടിയത്. വിജയ് സർക്കാരിന്റെ സുസ്ഥിരതയ്ക്ക് കോൺഗ്രസിന്റെ മറ്റ് സഖ്യകക്ഷികളുടെ പിന്തുണ മാത്രം മതിയെന്ന് കാർത്തി ചിദംബരം വ്യക്തമാക്കി. 5 വർഷം പൂർത്തിയാക്കാൻ DMKയുടെ ആവശ്യമില്ലെന്നും മാറ്റത്തിനായി വോട്ട് ചെയ്ത ജനങ്ങളെ വഞ്ചിക്കുന്ന തീരുമാനങ്ങൾ വിജയ് എടുക്കരുതെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. മാത്രമല്ല, DMK നേതാവും തിരുച്ചെന്തൂർ MLA-മായ അനിത R. രാധാകൃഷ്ണനും അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം സർക്കാർ 6 മാസം തികയ്ക്കില്ല എന്നായിരുന്നു അനിത R. രാധാകൃഷ്ണൻ പറഞ്ഞത്. പുതിയ സർക്കാർ 6 മാസത്തിനുള്ളിൽ താഴെ വീഴുമെന്നും MK സ്റ്റാലിൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. DMKയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അനിത രാധാകൃഷ്ണൻ. വില്ലിവാക്ക മണ്ഡലത്തിൽ നിന്ന് TVK MLA ആയ ആദവ് അർജുനെ MLA സ്ഥാനം രാജിവെച്ച് തനിക്കെതിരെ തിരുച്ചെന്തൂരിൽ മത്സരിക്കാൻ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചു. DMKയുടെ ഉറച്ച കോട്ടയായിരുന്ന കൊളത്തൂർ മണ്ഡലത്തിൽ മുൻ DMK നേതാവും ഇപ്പോൾ TVK അംഗവുമായ VS ബാബുവിനോട് MK സ്റ്റാലിൻ പരാജയപ്പെട്ടിരുന്നു. ഇത് വലിയ രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു. ഇതിനെ തുടർന്ന് കൊളത്തൂരിലെ വോട്ടർമാരെ രാധാകൃഷ്ണൻ വിമർശിച്ചു. അടുത്ത തവണ സ്റ്റാലിൻ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് മത്സരിക്കണമെന്ന് നിർദ്ദേശിച്ചു. സ്റ്റാലിന്റെ വികസന പ്രവർത്തനങ്ങൾ കൊളത്തൂരിനെ സിംഗപ്പൂർ പോലെയാക്കി. എന്നാൽ വിലകെട്ട വോട്ടർമാർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. എന്താണ് MK സ്റ്റാലിൻ പറഞ്ഞതെന്ന് നോക്കാം. MK സ്റ്റാലിൻ നേരത്തെ പറഞ്ഞത് ഇപ്രകാരമാണ്: വിജയ് നയിക്കുന്ന പുതിയ തമിഴ്നാട് സർക്കാർ ഏതു നിമിഷവും താഴെ വീഴാമെന്നായിരുന്നു MK സ്റ്റാലിൻ പറഞ്ഞത്. അതുകൊണ്ട് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പാർട്ടി അണികൾ ഇപ്പോൾ തന്നെ സജ്ജരാകണമെന്നും DMK അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന DMK ജില്ലാ സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് സ്റ്റാലിൻ ഈ സുപ്രധാന വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ആഹ്വാനം നടത്തിയത്. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തമിഴ്നാട്ടിൽ വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ട് എന്നായിരുന്നു DMK കണക്കുകൂട്ടൽ. അതേസമയം വിജയ് സർക്കാർ കാലാവധി തികയ്ക്കുമോ എന്ന തരത്തിൽ, അല്ലെങ്കിൽ വിജയ് സർക്കാരിന് നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമോ എന്ന വിഷയത്തിൽ നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളവും മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു. ഇത്തരത്തിൽ ചില സൂചനകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ജ്യോതിഷം നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത് വ്യാപിക്കുകയാണ്. അതൊക്കെയാണ് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത്, കപട വിശ്വാസങ്ങൾ. ആ കപട വിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജോസഫ് വിജയ് പ്രവർത്തിക്കുന്നത്. സങ്കടമുള്ള കാര്യമാണത്. ഈ കപട, നിങ്ങൾ മതത്തിൽ വിശ്വസിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അന്ധവിശ്വാസം
അന്ധവിശ്വാസശീലരായിട്ടുള്ള ജനത ഉണ്ടായാൽ അതിൽ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ വിജയിന്റെ പിന്നാലെ പലരും അങ്ങോട്ടേക്ക് പോകും, ജ്യോതിഷത്തിലേക്ക് തിരിയും. കാരണം അത്ര അന്ധമായ ആരാധനയാണല്ലോ അവർക്കുള്ളത്. ഞങ്ങളുടെ മുഖ്യമന്ത്രി ചെയ്തപ്പോൾ അതിലേക്ക് അവർ വീണ്ടും തിരിയും. അതെ, വേറൊരു കാര്യം ഓർക്കാനുള്ള, അദ്ദേഹം ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ആൾക്കാരാണ്. ആ ന്യൂനപക്ഷങ്ങൾ ഈ ജ്യോതിശാസ്ത്രത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അവരിലേക്ക് കൂടി പഠനാനിടയാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ആദ്യം ചെയ്തു വെച്ചത്. നോക്കൂ അല്ലേ, എന്തൊരു ക്രൂരതയാണത് വാസ്തവത്തിൽ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച്, അതിൻ്റെ ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് യാതൊരു വിധമായ ബോധവുമില്ലാതെ നടത്തിയ ഒരു പരിപാടിയല്ലേ? എന്ത് തോന്നുന്നു? അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ആൻസിക്ക് എന്തു? ഇപ്പോൾ ജ്യോതിഷം നോക്കി ആൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് തീർത്തും തെറ്റ് തന്നെയാണ്. എന്ന് മാത്രമല്ല, കപട ജ്യോതിഷം കൂടി. ചിലർ ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ജ്യോതിഷം പറയുന്ന ആളായിരിക്കാം, അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ കപട ശാസ്ത്രമായിട്ട് കള്ളത്തരങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇത് ദോഷമകറ്റാൻ ഇന്നത് ചെയ്യണമെന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഇവരിൽ വസൂലാക്കുന്ന കള്ള ജ്യോത്സ്യന്മാരുണ്ട്. കപട വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഭക്തി വ്യവസായം പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഇതൊരു കപട വ്യവസായം, ജ്യോത്സ്യ വ്യവസായമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊരു ജ്യോതിഷത്തിലും ജ്യോത്സ്യനെയും കണ്ട് ഒരു കാര്യത്തിനും വേണ്ടി പോകാറില്ല, ഇന്നുവരെ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ധൂർത്തുണ്ടായിട്ട് പണം അനാവശ്യമായിട്ട് ധൂർത്തടിക്കേണ്ടി വന്നിട്ടില്ല. കപട ശാസ്ത്രങ്ങളാണെന്ന് ഇതൊക്കെ. ഈ കപട ശാസ്ത്രങ്ങളിലുള്ള വിശ്വാസം വ്യാപിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് ആലോചിക്കണമായിരുന്നു, ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടണമായിരുന്നു. ഗവൺമെൻറ്റിന് ഒരു ശാസ്ത്രീയ ഉപദേഷ്ടാവിനെ പോലും വെക്കാതെയാണ് ജ്യോത്സ്യത്തിൻ്റെ ആളിനെ കൊണ്ടുവച്ച് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി. അതിക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്നേ. എന്താണെന്നറിയും, കൊട്ടാരൻ ജ്യോത്സ്യന്മാരെ പോലെ, കൊട്ടാരൻ ജ്യോത്സ്യൻ. ഇനിയിപ്പോൾ ഏത് കാര്യത്തിനും വിജയ് അയാളോട് ചോദിക്കും, ഞാൻ അതിന് പോകണോ ഇതിന് പോകണോ? ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗധേയങ്ങൾ മാറ്റിമറിക്കുകയാണ് ജ്യോത്സ്യൻ അവിടെ ഇരുന്നത്. പണ്ടത്തെ കൊട്ടാരൻ ജ്യോത്സ്യന്മാരെ പോലെ. ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ്. CPM അതിനെ എതിർക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ദുർബലമായിട്ടുള്ള എതിർപ്പാണ്. കാരണം എന്താ, അവർക്ക് 1-2 MLA മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സനാതനധർമ്മത്തെ എതിർക്കുന്ന ഉദയനിധി സ്റ്റാലിനേക്കാളും അപകടകാരിയാണ് ഈ ജോസഫ് വിജയ് എന്ന ആള്. നമ്മളൊരു ശാസ്ത്രീയ സയൻറ്റിഫിക് ടെമ്പറമെൻ്റ്, ആ വാക്ക് കോയിൻ ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു ടെമ്പറമെൻറ്റിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. ഇതെന്ത് ശാസ്ത്രമാണ്? ചന്ദ്രനിൽ പോയി വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, നക്ഷത്രങ്ങളെ ഉണ്ണൻ വെച്ച ഹബിൾ ടെലിസ്കോപ്പ് കാണുന്നവരുണ്ടല്ലോ, ഇവർക്ക് ആരെക്കെങ്കിലും പറയാൻ കഴിയും ഓരോ മനുഷ്യൻ്റെയും ശാസ്ത്രം ഈ ഉപഗ്രഹങ്ങൾക്ക് ജനിച്ച സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന്? ഇല്ല. നമുക്കെല്ലാം മേൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. നക്ഷത്രങ്ങളുടെ, ഗ്രഹങ്ങളുടെ, കാലാവസ്ഥയുടെ, എല്ലാത്തിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ ഭവിക്കുന്ന കാര്യം. അല്ലാതെ ജനിച്ച ദിവസം വെച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ജനിച്ച സമയമെന്ന് പറയുന്നതും നമ്മുടെ ഒരു 1000 ആണ്ടും ഒന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക്. കാരണം കാലാതീതമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങളാണവയെല്ലാം, അല്ലേ? അവർക്ക് ഇവിടെ ഒരു മനുഷ്യൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ട് അവൻ്റെ ഭാവി നിശ്ചയിക്കാനുള്ള എന്ത് കാര്യം, എന്ത് ശാസ്ത്രദൃഷ്ടിയാണ് നോക്കിക്കഴിഞ്ഞാൽ നാണക്കേടുള്ളൊരു സംഭവമല്ലേ. ഇവിടെ ഈ ജോത്സ്യൻ 2024 പ്രവചിച്ചത് സുനാമി പോലെ ഒരു വിജയം വിജയിക്കുണ്ടാകുമെന്ന്. അതുണ്ടായില്ലല്ലോ. സുനാമി ഇപ്പോൾ വന്നിരിക്കുന്ന ഇയാളുടെ നിയമനം കൊണ്ടാണ് വന്നിരിക്കുന്നത് രാജ്യത്തിന്. 140 അല്ലേ അയാൾ പ്രവചിച്ചത്, 102 കിട്ടിയുള്ളൂ ഇദ്ദേഹത്തിന്. ഈ 140 പ്രവചിച്ച അയാളെ സന്തോഷിപ്പിക്കാൻ ആർക്കാ? ഞാൻ വേണമെങ്കിൽ ഞാനും പറയാമായിരുന്നു, നമുക്ക് ഇത്രയും കിട്ടുമെന്ന് പ്രശംസിച്ച് പറയാൻ ആർക്കാ വയ്യാത്തത്? ഇതൊരു യാദൃച്ഛികത പോലെ പിന്നെ അങ്ങ് സംഭവിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോഴത്തേക്ക് അയാളിൽ വിശ്വാസം വരിക എന്ന് പറഞ്ഞാൽ